ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഒന്ന് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ, പിന്നെ മുട്ടക്കറി. അപ്പോൾ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കാക്ക ചായ കുടിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെ വേണ്ടി മാറ്റി വെച്ച ചപ്പാത്തിയും കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ അത് ചോറിന് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കുക്കറിൽ. പിന്നെ അതാ മീൻ വാങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കണു. പിന്നെ അമ്മ പരിപ്പും തക്കാളിയും കറി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇവിടെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ചോറിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കണം. ഈ കുക്കറിലാട്ടോ വെക്കണത്. അപ്പോൾ നമ്മൾ കുറേ വെള്ളം പറഞ്ഞിങ്ങനെ ആദ്യം വെള്ളം കളയണം, എന്നാലേ ഉള്ളൂ ചോറ് നമുക്കൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ കട്ട പിടിച്ചില്ല കരം ചോറ്. ഇപ്പോൾ ഇതാ കറിയിലേക്കുള്ള തേങ്ങ കൂടെ അരച്ച് വെച്ചിരിക്കണം കേട്ടോ. പരിപ്പും തക്കാളിയും കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ മീൻ പൊരിക്കണു, ഇതവിടെ അയക്കണം കേട്ടോ. പിന്നെ കാബേജ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നമ്മളിതാ ഉപ്പേരി വെച്ചിരിക്കണു. അപ്പോൾ അത് വെക്കണമെന്ന് കാട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അറിയണം എന്നല്ലേ കാബേജ് ഉപ്പേരി എങ്ങനെ വെക്കുകയെന്ന്. അപ്പോൾ നമ്മളത് കാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ ചോറുന്നലൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ പച്ചപ്പട്ടാണി കുറച്ച് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ രാവിലെ. കുറച്ച് നേരം വെള്ളത്തിലിട്ടിരുന്നു. നമുക്കിത് വറക്കാമെന്നും പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കുതിർന്ന് നിൽക്കണു. ഇത് നമുക്ക് 2-3 വട്ടമൊക്കെ കഴുകാം നമുക്കത്. എന്താ അവിടെ? അപ്പോൾ നമ്മളിത് പച്ചപ്പട്ടാണിയൊക്കെ നല്ലോണം കുതിർന്ന് ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ട് ഇനി ഇത് 2-3 വട്ടം കഴുകണം. പിന്നെ ഇങ്ങനെ വറുത്ത് തിന്നുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാളും രസം തോന്നും നമ്മൾ വറുത്തിട്ട് തിന്നുമ്പോൾ കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വറുക്കലുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടി ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മളെ കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇത്രയും കഴുകിയാൽ മതി. ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലൊരു ഓട്ടപാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് മാറ്റിയിടാം. അങ്ങനെ ഇതാ ഓട്ടപാത്രത്തിൽ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതിൽ കടക്കണം. വെള്ളത്തിൻ്റെ ഒന്നും നനവൊന്നും പറ്റൂല. നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒരു നനവൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഈ ഓട്ടപാത്രത്തിൽ അങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊരിക്കാം. ഇതിപ്പോൾ ഞാനിതൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അത് നല്ലോണം നമുക്ക് വെള്ളമൊക്കെ നനവൊക്കെ പെയ്ക്കണു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തൻവി അപ്പുറത്ത് ഇങ്ങനെ പപ്പടം വറക്കുന്നുണ്ട് കേട്ടോ. ലൈബാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഞാനിതാ അതിങ്ങനെ പച്ചപ്പട്ടാണി വറുക്കാൻ ഇതാ ഇപ്പുറത്ത് വെച്ചിരിക്കണു. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണ ഇതാ ചൂടായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതാ ഈ പച്ചപ്പട്ടാണി അതിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. പച്ചപ്പട്ടാണി ഇത് നല്ലോണം ഉണങ്ങിക്കണം കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമ്മളിത് ഈ പച്ചപ്പട്ടാണി വറുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. അതുപോലെ പോപ്കോൺ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് അപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ വേഗം നമുക്ക് ഉപ്പ് അധികം ആവട്ടോ. അപ്പോൾ പാകത്തിന് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാലോ. അങ്ങനെ നമ്മളെ പച്ചപ്പട്ടാണി വറുത്തത് ഇത് അവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് തിന്നാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക്.